ഓക്കെ ഓക്കെ. ഇനി ഈ ഒരു പ്രോബ്ലം അതുപോലെ ഈ ഒരു കരുണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രോബ്ലം ഉണ്ട്. ഇത് രണ്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസിൽ നമുക്ക് പ്രധാനമായിട്ടും പെർക്വിസിറ്റ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, പെർക്വിസിറ്റ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ് വരുന്നുണ്ട്. ഈ പെർക്വിസിറ്റ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസിന്റെ കേസിൽ നമുക്കിവിടെ ഈ ഒരു വർഷത്തിൽ മാത്രം രണ്ട് റേറ്റ് വരുന്നുണ്ട്. അപ് ടു സെപ്റ്റംബർ 31 വരെയുള്ള ഓഗസ്റ്റ് 31 വരെ നമുക്ക് ഒരു പഴയ റേറ്റും അതിനുശേഷമുള്ള ഒരു 7 മാസം നമുക്ക് പുതിയ റേറ്റുമാണ് വരുന്നത്. ഈ റേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, ഇത് പഠിക്കണം കേട്ടോ. ഈ റേറ്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഈ റേറ്റുകൾ ഈ പറഞ്ഞ ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക. 5 മാസവും 7 മാസമാണ് വരിക, അങ്ങനെ 12 മന്ത് ആണ് വരിക. ഓക്കെ, റേറ്റുകളുടെ ഈ ഒരു സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രോബ്ലം ഇതാണ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. Mr. Ashik is a government employee and he is drawing a monthly salary of rupees 12,000 rupees ആണ്. 12,000 rupees ആണ് ആഷിഖിന്റെ പ്രോബ്ലം. 1 സെക്കൻഡ്. Okay, 12,000 rupees. He is provided with a rent-free furnished accommodation. Join ചെയ്യുന്നുണ്ടല്ലോ. Okay. Mr. Ashik is a government employee and he is drawing a monthly salary of rupees 12,000. He is provided with rent-free furnished accommodation for which the government has fixed monthly rent of rupees 1,200 and he pay a monthly rent rupees 400 ആണ്. ഇത് ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, 400 to the government. The cost of furnishing house is 50,000. Calculate his gross salary ആണ്. നിങ്ങളുടെ കയ്യിൽ പെന്നും ബുക്സ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് ആഷിഖ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ, അയാളുടെ മന്ത്ലി സാലറി rupees 12,000 ആണ്. പെർ മന്ത് അയാൾക്ക് സാലറി 12,000 ആണ് കിട്ടുന്നത്. അയാൾക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് ഒരു റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണ്, അവിടുത്തെ എംപ്ലോയർ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഹി ഹാസ് ഫിക്സ്ഡ് എ മന്ത്ലി റെന്റ് 1,200 ആണ്. ഓക്കെ, ആൻഡ് ഹി പേ ഈ പറഞ്ഞ ഈ ഒരു ഗവൺമെന്റ് ഈ പറയുന്ന വീടിന് അല്ലെങ്കിൽ ഈ ആഷിഖിന് പ്രൊവൈഡ് ചെയ്ത വീടിന് ഗവൺമെന്റ് കൊടുക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ഒരു എമൗണ്ട് ഓഫ് റെന്റ് ഉണ്ട് അല്ലെ? ആ റെന്റിന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. എനിബഡി? എന്താണ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ പെർക്വിസിറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു പേരുണ്ടായിരുന്നു അതിന്. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാ? എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാ? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ലൈസൻസ് ഫീ ആണ്. ആ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. 1,200 ആണ് ലൈസൻസ് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹി പേ എ മന്ത്ലി റെന്റ് 400. ഗവൺമെന്റ് കംപ്ലീറ്റ്ലി ഇയാൾക്ക് ഫ്രീ ആയിട്ടില്ല റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ കൺസെഷണൽ റേറ്റിലാണ്. ഗവൺമെന്റിലോട്ട് ഒരു 400 റുപ്പീസ് എന്ത് ചെയ്യണം? ഇവർ ഗവൺമെന്റിലോട്ട്
റെന്റ് പേ ചെയ്യണം. ദെൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്, ഫർണിച്ചറോട് കൂടിയുള്ള ഒരു അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് എന്താണ് വരിക, ലൈസൻസ് ഫീ പ്ലസ് 10% of cost of യെസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചറും കൂടി അതിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ അതിന്റെ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഫർണിച്ചറിന്റെ ഇയാൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത ഫർണിച്ചറിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ആ വീട്ടിലെ ഫർണിച്ചറിന്റെ കോസ്റ്റ് ആണ് 50,000 റുപ്പീസ്. എന്നിട്ട് ഇവിടെ കാണാൻ പറഞ്ഞെന്താ, കാൽക്കുലേറ്റ് ഹിസ് ഗ്രോസ് സാലറി ആണ്, ഇയാളുടെ ഗ്രോസ് സാലറി കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മളോട് പറഞ്ഞ ഗ്രോസ് സാലറി ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഗ്രോസ് സാലറിന്റെ പാർട്ടായിട്ട് എന്തൊക്കെ വരും, എന്താ ചെയ്യാൻ? യെസ്, ബേസിക് പേ. ഫസ്റ്റ് എഴുതി വെച്ചോ, ബേസിക് പേ എന്ന് എഴുതി വെക്കോ. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഹെഡിങ് ഒക്കെ കൊടുക്കുക കേട്ടോ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി ഓഫ് മിസ്റ്റർ ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ ബേസിക് സാലറി, ബേസിക് സാലറി, ബേസിക് സാലറി, ബേസിക് സാലറി എത്രയാ, 12,000 പെർ മന്ത് ആണ് അല്ലെ. 12,000 പെർ മന്ത് ഔട്ടർ കോളത്തിലോട്ട് ചെയ്ത് എത്ര വരിക, 12,000 പെർ മന്ത് ആവുമ്പോ എത്ര വരും, 14,000 സോറി എത്ര വരും, 1,44,000. യെസ് 1,44,000 വരും, 1,44,000. ഓക്കെ, 1,44,000. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഇയാൾക്ക് സാലറിയുടെ ഗ്രോസ് സാലറിയുടെ ഭാഗമായിട്ട് ഇനി വരാവുന്ന ഏതെങ്കിലും ഐറ്റംസ് ഇതിലുണ്ടോ? ഓക്കെ, പെർക്വിസിറ്റ്, ഇനി പെർക്വിസിറ്റ് മാത്രമാണ് ഗ്രോസ് സാലറിയുടെ പാർട്ടായിട്ട് വരുന്നുള്ളൂ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ താഴെ കൊടുക്കുക വാല്യൂ ഓഫ് റെന്റ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് സബ് ഹെഡിങ് കൊടുക്കുക അതിന്റെ താഴെ, സാലറിയുടെ താഴെ. ഓക്കെ, എന്നിട്ട് നേരത്തെ തന്നെ എഴുതി വെച്ചോ, റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുക, റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് എഴുതിയിട്ട് താഴെ ആയാലും ഇത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ആ നേരത്തെ തന്നെ എഴുതിയാലും മതി, കുഴപ്പമില്ല. കാരണം ഇവിടെ ഒരൊറ്റ പെർക്വിസിറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ അതിന്റെ താഴെ കൊടുക്കുക. എന്നിട്ട് നമുക്കറിയാം ഇതിന്റെ വാല്യൂ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് അല്ലെ. ഇനി ഇന്നൊരു കോളത്തിലാണ് എമൗണ്ടുകൾ കാണിക്കേണ്ടത്. റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് എന്ന് കൊടുക്കാം, റെന്റ് ഫിക്സ്ഡ് ബൈ, അതിന്റെ താഴെ റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്, അതാണ് ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് എത്രയാണ്, അറ്റ് ₹1,200 ആണ്, 1,200 ആണ് ഒരു മാസത്തില് ഗവൺമെന്റ് അതിനെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു റെന്റ് എന്ന് പറയുന്നത്. മന്ത്ലി റെന്റ് പറയുന്നത് 1,200 ആണ്. ഓക്കെ, അപ്പൊ 1,200 ഇൻറ്റു 12 ചെയ്യാം. 1,200 ഇൻറ്റു 12 ചെയ്യുമ്പോൾ ഇന്നർ കോളത്തിൽ കൊടുക്കുക. അത്ര വരും എമൗണ്ട്, 1,200 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 14,400 ഇന്നർ കോളത്തിൽ കൊടുക്കുക. ഓക്കെ, അത് മാത്രമല്ല വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ് അല്ലെ, അത് മാത്രമാണോ? അല്ല, എന്തും കൂടി വരും, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചറും വരും അല്ലെ, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അപ്പൊ അതിന്റെ താഴെ ആഡ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിഷിംഗ്, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിഷിംഗ് എന്ന് എഴുതുക, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ ഫർണിഷിംഗ്. എന്നിട്ട് ബ്രാക്കറ്റിൽ അതിന്റെ കാൽക്കുലേഷനും കാണിച്ചോ. എത്രയാണ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഇവിടെ, 50,000 ആണ്. 50,000 യെസ് 50,000ന്റെ 10% എത്ര വരും, 5,000 റുപ്പീസ് വരും. റൈറ്റ്, 5,000 റുപ്പീസ് വരും. ഓക്കെ, 5,000 റുപ്പീസ് വരും. ഓക്കെ, ദെൻ ഇനി അത് ഇന്നർ കോളത്തിൽ നേരത്തെ നമ്മൾ റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ ലൈസൻസ് ഫീയുടെ താഴെ ആ എമൗണ്ടിന്റെ നേരെ താഴെ 14,400ന്റെ തൊട്ട് താഴെ 5,000 എഴുതാം, അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഇന്നർ കോളത്തിൽ തന്നെ എഴുതാം. എത്ര വരിക, രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എത്രയാ, 19,400 ആണ്. റൈറ്റ് ആണ്. ഓക്കെ, 19,400 വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ ഇതില്? അയാള് കൊടുക്കുന്നത്
യെസ് റൈറ്റ്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം? ഇനി ഇവിടെ ഈ പറഞ്ഞ എംപ്ലോയി, ഈ ആഷിഖ് എന്ന് പറയുന്ന ഗവൺമെന്റ് എംപ്ലോയി, ഇത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഇയാൾക്ക് റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഫുൾ ആയിട്ടുള്ള ഫ്രീ അല്ല, അവിടെ കൺസെഷൻ റേറ്റ് ആണ്. ദാറ്റ് മീൻസ് 400 എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് റെന്റ് ആയിട്ട് വാങ്ങുന്നുണ്ട്. ആ എമൗണ്ട് ഇത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി അതിന്റെ താഴെ ലെസ് റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി എന്ന് കൊടുക്കാം. ലെസ് റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി. ലെസ് റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി. ഈ എംപ്ലോയി ഗവൺമെന്റിലോട്ട് വല്ല റെന്റും പേ ചെയ്തിട്ടില്ലെങ്കിൽ, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വല്ല പൈസയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാം? അതിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പോൾ 19,400ന്റെ താഴെ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക ലെസ് റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി, ബ്രാക്കറ്റിൽ എത്രയാണ്? 400 പെർ മന്ത് ആണ്. 400 മന്ത്ലി റെന്റ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഓരോ മാസവും ഗവൺമെന്റ് 400 രൂപ വെച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ 400 × 12 ചെയ്യുമ്പോൾ അവിടെ എമൗണ്ട് 4,800 വരും. ഇനി അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ട് നേരെ ഒരു തൊട്ട് താഴെയായിട്ട് ഔട്ടർ കോളത്തിലോട്ട് എന്ത് ചെയ്യാം? ആ എമൗണ്ട് മൈനസ് ചെയ്ത ഫിഗർ ചെയ്ത 19,400 മൈനസ് 4,800 രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്ന എമൗണ്ട്? 19,400. യെസ്, ആ 14,600 നേരെ ഔട്ടർ കോളത്തിലോട്ട് എഴുതാം. ആ ഔട്ടർ കോളത്തിൽ എഴുതിയ ആ ഫിഗറിന്റെ നേരെ ആയിട്ട് പർട്ടിക്കുലർ കോളത്തിൽ വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ എടുക്കാം. വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ, വാല്യൂ ഓഫ് ഫർണിഷ്ഡ് ഹൗസ് അല്ലെങ്കിൽ ഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുക കേട്ടോ. ദെൻ ഇനി 14,600 14,600നെ ഔട്ടർ കോളത്തിൽ അണ്ടർലൈൻ ചെയ്യാം. നമ്മളുടെ സാലറി അതിനോട് കൂടി ആഡ് ചെയ്യുക, ബേസിക് സാലറി ആഡ് ചെയ്യാം. ദെൻ നമുക്ക് അവിടെ ഫിഗർ കിട്ടും. ഓക്കെ, ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും നമുക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെ? നമ്മൾ എന്താ ചെയ്തത്? ഇതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്തത് സാലറി എഴുതി. ബേസിക് സാലറി എത്ര എന്നുള്ളത് നമ്മളിവിടെ ആദ്യം ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലോട്ട് എഴുതി 14,000 1,44,000 എന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് പിന്നീട് വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ് കണ്ടെത്തണം. വേറെ ഐറ്റംസ് ഒന്നും ഇതിലില്ല. നമുക്ക് ഇവിടെ ഡിയർനെസ് അലവൻസുകളോ മറ്റുള്ള അലവൻസുകളോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. ബോണസ് ഇല്ല, കമ്മീഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പെർക്വിസിറ്റിന്റെ വാല്യൂ കണ്ടെത്താണ്. ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ പെർക്വിസിറ്റ് ആണ്. ഇവിടുത്തെ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ ചെയ്തത്. റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്, ദാറ്റ് മീൻസ് ലൈസൻസ് ഫീ ആണത് 1,200 പെർ മന്ത്. ഓക്കെ, ദെൻ അതിനോട് കൂടി എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇത് നമുക്ക് ഗവൺമെന്റ് തന്ന അല്ലെങ്കിൽ ആഷിഖിന് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദി ഫർണിച്ചറും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദി റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് 14,400, അതിനോട് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്തു 5,000. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19,400 എന്നുള്ളൊരു ഫിഗർ കിട്ടും. ആ 19,400 അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഈ ഒരു ആഷിഖ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഈടാക്കി അല്ലെങ്കിൽ ഗവൺമെന്റ് വാങ്ങുന്ന ഒരു എമൗണ്ട് ഓഫ് റെന്റ് ഉണ്ട് 400 പെർ മന്ത്. അത് 4,800 ആണ്. ആ 4,800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14,600 എന്ന് പറയുന്ന വാല്യൂ ഓഫ് ദി ഫർണിഷ്ഡ് ആട്ടോ. ഇത് അൺഫർണിഷ്ഡ് അല്ല. വാല്യൂ ഓഫ് ദി ഫർണിഷ്ഡ് അക്കോമഡേഷൻ കിട്ടും. ഇവിടെ മിസ്റ്റേക്ക് ആണ്. വാല്യൂ ഓഫ് ദി ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഓക്കെ, ഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കിട്ടും 14,600. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞ 1,44,000 ബേസിക് സാലറിയും അതുപോലെ വാല്യൂ ഓഫ് ദി ഫർണിഷ്ഡ് ഹൗസും രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1,58,600 എന്ന് പറയുന്ന ഫിഗർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഈസ് എ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലുള്ള അതിന്റെ ഒരു റൂൾസ് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഈ പറഞ്ഞ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഗവൺമെന്റ് എംപ്ലോയിക്കാണ് കിട്ടണമെങ്കിൽ ലൈസൻസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേ പ്ലസ് ഇനി ഫർണിച്ചറോട് കൂടിയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിന്റെ 10% കൂടിയും ആഡ് ചെയ്യും. അതായിരിക്കും അവിടുത്തെ വാല്യൂ ഓഫ് ദി റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം കൂടി ഉണ്ട്, ആ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
Okay. Mr. Karunan is appointed at Chennai. He stayed in a hotel for 25 days and thereafter shifting in a house provided by his employer. From the information given below, compute taxable value of perquisite. Okay, compute taxable value of perquisite. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, then എന്നിട്ട് തന്നിട്ടുണ്ട് റൂം റെന്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തന്നിട്ടുണ്ട്. റൂം റെന്റ് എത്രയാ? ഹോട്ടൽ റൂം റെന്റ് ₹2000 പെർ ഡേ ആണ് കേട്ടോ. അത് ഇവിടെ ഒരു ചെറിയ ഫിഗർ വ്യത്യാസം വന്നിട്ടുണ്ട്. 2000 ആണ്, റുപ്പീസ് ആണ്. റുപ്പീസിന്റെ ചിഹ്നമാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് നല്ല ഫിഗർ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം ക്വസ്റ്റിന്. കരുൺ എന്ന് പറയുന്ന വ്യക്തി ചെന്നൈയിലാണ് അയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട്. ദെൻ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജോലിയുടെ ഭാഗമായി അയാൾക്ക് ഹോട്ടലിൽ 25 ദിവസത്തിന്റെ താമസ സൗകര്യം എന്ത് ചെയ്തു? എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, 25 days thereafter shifted in a house provided by his employer ആണ്. ആദ്യത്തെ 25 ദിവസം ചെന്നൈയിലെ അയാള് ഒരു ഹോട്ടലിലാണ് താമസിച്ചത്, അല്ലെങ്കിൽ താമസം എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു വീട്ടിലോട്ട് അയാൾ മാറ്റി. ഓക്കെ, ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൻ ബിലോ കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, താഴെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അയാളുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഇവിടെ റൂം റെന്റ് ഇൻ ഹോട്ടൽ 2000 പെർ ഡേ ആണ്. 2000 രൂപയാണ് ഇയാൾ താമസിച്ച ആ ഹോട്ടലിന്റെ റൂം റെന്റ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ ഹോട്ടൽ റെന്റ് ആണ് 2000 പെർ ഡേ. ഓക്കെ, ഇനി സാലറി ഫോർ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ₹7,30,000 ആണ്. ഈ പറഞ്ഞ വാല്യൂ ഓഫ് ദി, നമുക്കറിയാം വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷന് വേണ്ടിയിട്ട് സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാലും ഇൻക്ലൂഡ് ചെയ്യും? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇതൊക്കെയാണ് വരിക അല്ലെ? ബേസിക് പേ വരും, ഡിയർനെസ് പേയ്മെന്റ് വരും, കമ്മീഷൻ, റൈറ്റ്, ഓൾ ടാക്സബിൾ അലവൻസ്, ഇതൊക്കെ വരും. ഓൾ ടാക്സബിൾ അലവൻസ് എക്സെപ്റ്റ് നോർമൽ ഡി എ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ടേംസ് ഓഫ് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. പിന്നെ ലീവ് എൻകാഷ്മെന്റ് ഡ്യൂറിംഗ് ദി ഇയർ, ഇത് നമുക്ക് പഠിക്കാനുണ്ട്, ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നമുക്ക് അവിടെ സാലറി വരിക. അങ്ങനെ എല്ലാം പാടെ ആഡ് ചെയ്ത് സാലറിയാണ് ഇവിടെ അയാൾക്ക് തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ എമൗണ്ട് എത്രയാണ്? 7,30,000. ഈ 7,30,000 എന്ന് പറഞ്ഞാൽ ഇയാളുടെ അക്കോമഡേഷന്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സാലറിയാണ്. അത് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എംപ്ലോയർ റിക്കവേർഡ് 200 പെർ ഡേ ഫ്രം കരുണൻ റിഗാർഡിംഗ് സ്റ്റേ ഇൻ എ ഹോട്ടൽ. ഇയാള് ഈ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ എംപ്ലോയർ ആണല്ലോ അല്ലെ, ഇയാളുടെ എംപ്ലോയർ ആണ് ഈ പറയുന്ന ഹോട്ടലിൽ താമസം കൊടുത്തത്. ദെൻ ആ താമസം പ്രൊവൈഡ് ചെയ്ത അതിന്റെ ബില്ലൊക്കെ എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. പക്ഷെ എംപ്ലോയർ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം 200 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അയാളുടെ കയ്യിൽ നിന്ന് അതിന്റെ റെന്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. എംപ്ലോയർ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓർമ്മ ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഹോട്ടൽ അക്കോമഡേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് പറഞ്ഞേ ഒന്നുകൂടി. 15 ദിവസം വരെ യെസ്, അതായത് 15 days വരെ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് യെസ് 15 ദിവസം വരെ. ഒന്ന് നമുക്ക് ആ ഒരു പ്രൊവിഷൻസിലോട്ട് ഒന്ന് പോയി നോക്കാം. സാലറി ഇത് തന്നെയാണ്, നോക്കിക്കോട്ടോ. ഹോട്ടൽ അക്കോമഡേഷൻ ആണെങ്കിൽ, അതായത് ഈ പറഞ്ഞ എംപ്ലോയർ ഈ എംപ്ലോയിക്ക് ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അപ് ടു 15 days വരെ, 15 ദിവസം വരെയുള്ള അക്കോമഡേഷൻ അറ്റ് ഹോട്ടൽ നില്ലാണ്, വാല്യൂ നില്ലായിട്ടാണ് എടുക്കേണ്ടത്. അതായത് നമുക്ക് അവിടെ പെർക്വിസിറ്റ് വാല്യൂ ആ എംപ്ലോയിക്ക് 0 ആയിരിക്കും. 15 ദിവസം വരെയാണ് ഈ എംപ്ലോയി ഈ പറയുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഹോട്ടലിൽ താമസിച്ചത്, അല്ലെങ്കിൽ 15 ദിവസം വരെയുള്ള ദിവസം. ഓക്കെ, ദെൻ അപ് ടു 15 days, അപ്പൊ 15 ദിവസം വരെ അയാൾക്ക് പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്, ഇൻക്ലൂഡിങ് 15 days കേട്ടോ.
ഇനി 15 ദിവസത്തിലധികം വരികയാണെങ്കിൽ, എക്സീഡ് 15 ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ സാലറിയുടെ 24%, ഇയാൾ എത്ര ദിവസമാണോ അവിടെ സ്റ്റേ ചെയ്തത്, ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ അയാൾ എത്ര ദിവസം, 25 ഡേയ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ 25 ഡേയ്സിലെ അയാളുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ 24%, അല്ലെങ്കിൽ എത്രയാണോ ഈ പറഞ്ഞ എംപ്ലോയർ ഇയാൾ താമസിച്ച ആ ഹോട്ടലിൽ കൊടുത്ത ബില്ല്, അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിലെ ലീസ്റ്റ് ചെറിയ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, അവിടുത്തെ വാല്യൂ ഓഫ് ദി റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? 15 ദിവസം വരെ നില്ലാണ്. 15 ദിവസത്തിൽ അധികം വരികയാണെങ്കിൽ ഇയാളുടെ ഈ എംപ്ലോയിയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. സാലറി കാൽക്കുലേറ്റ് ചെയ്ത് അയാൾ എത്ര ദിവസമാണോ അവിടെ താമസിച്ചത് ആ ദിവസത്തെ സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന്റെ 24% എടുക്കുക. അതുപോലെ തന്നെ അയാൾ താമസിച്ച ആ റൂമിന്റെ റെന്റ് അല്ലെങ്കിൽ വാടക, ഹോട്ടൽ ബില്ല് എടുക്കുക. ആ ഹോട്ടൽ ബില്ലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിലെ ചെറിയ എമൗണ്ട് ഏതാണോ ദാറ്റ് വിൽ ബി ദ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, വാല്യൂ ഓഫ് ദി റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലോട്ട് തന്നെ പോവാം. ഈ പ്രോബ്ലത്തില് ഇവിടെ എത്രയാണ് വരിക? ഇപ്പൊ എന്തായാലും 25 ഡേയ്സ് ആണ് അല്ലെ. 25 ഡേയ്സ് ആകുമ്പോ എന്താ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. ഇയാൾ താമസിച്ചത് 25 ഡേയ്സ് ആണ്. യെസ്, 15 ഡേയ്സിലധികം വന്നത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? പെർക്വിസിറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പെർക്വിസിറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ പെർക്വിസിറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഓക്കെ, പെർക്വിസിറ്റ് വാല്യൂ വരും അല്ലെ. പെർക്വിസിറ്റ് വാല്യൂ വരുന്നോണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം രണ്ട് കാര്യം കമ്പയർ ചെയ്യണ്ടേ? എന്താണ് രണ്ട് കാര്യം? 24% ബില്ലും 20%. യെസ്, റൈറ്റ്. ഹോട്ടൽ ബില്ലും ഇയാളുടെ ഈ പറഞ്ഞ സാലറിയുടെ 24%. ഓക്കെ, ആ സാലറി എങ്ങനെ കണ്ടെത്തുക? ആ സാലറി എങ്ങനെ കണ്ടെത്തുക എന്ന് പറഞ്ഞേ. തെറ്റിക്കോട്ടെ, പറഞ്ഞോ, കുഴപ്പമില്ല. സാലറി തന്നിട്ടുണ്ടല്ലോ. സാലറി തന്നിട്ടുണ്ട്, പക്ഷേ അതിന്റെ 24 അല്ല. ഇതെങ്ങനെയാ പറഞ്ഞത്? അല്ലല്ല, ഒരു വർഷം 365. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, അതായത് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ ഫുൾ എമൗണ്ട് ഓഫ് സാലറി ആണ് 7,30,000. ഇതിനെന്ത് ചെയ്യാം? നമ്മള് 25 ദിവസത്തെ സാലറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 25 ദിവസത്തെ സാലറി എത്ര എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇയാൾ എത്ര ദിവസമാണ് അവിടെ താമസിച്ചത് ആ ദിവസത്തെ സാലറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 7,30,000 ഡിവൈഡഡ് ബൈ 7,30,000 into 25 by 365. 25 by 365 ചെയ്താൽ നമുക്ക് ഒരു 25 ദിവസത്തെ സാലറി കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 7,30,000 ഡിവൈഡ് ബൈ 25 ഡേയ്സിലെ സാലറിയാണ് വേണ്ടത്. നമുക്ക് ആ ഒരു പ്രൊവിഷൻസിലോട്ട് ഒന്നുകൂടിയും പോവാം. ഒന്നുകൂടിയും പറഞ്ഞുതരാം. അതായത് സാലറി ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ എന്നാ പറഞ്ഞത്. സാലറി ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ 24% ഓഫ് സാലറി ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ. അയാൾ എത്ര ദിവസമാണോ അയാൾ അവിടെ താമസിച്ചത് ആ ഹോട്ടലില്, ആ താമസിച്ച ദിവസത്തിലെ സാലറിയുടെ 24%. ഇങ്ങനെയാ പറഞ്ഞത്. അല്ലാതെ 24% ഓഫ് സാലറി അല്ല പറഞ്ഞത്. ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ, അയാൾ ആ സ്റ്റേ മീൻസ് എന്താ? അയാളോട് താമസിച്ച ദിവസത്തിലെ ഓക്കെ. ഇവിടെ അയാൾ എത്ര ദിവസം താമസിച്ചത്? ഇവിടെ അയാൾ താമസിച്ചത് 25 ഡേയ്സ് ആണ്. അതുകൊണ്ട് 25 ദിവസത്തെ സാലറി കണ്ടെത്തണം. ആ 25 ദിവസത്തിന്റെ സാലറിയുടെ 24% ആണ് നമുക്ക് വേണ്ടത്. അപ്പോ ചെയ്യേണ്ടത് 7,30,000 into 25 by 365. ഇനിയിപ്പോ അവിടെ അയാള് താമസിച്ചത് 30 ദിവസമാണെങ്കിലോ, എക്സാമ്പിൾ ആയിട്ട്, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സാലറി into 30 divided by 365 days. യെസ്, റൈറ്റ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ടോ? ചെയ്തോ ആരെങ്കിലും? എന്ന് ചെയ്തോ ആരെങ്കിലും? 7,30,000 into 50,000 ആണോ? ഓക്കെ, 50,000 ആണോ?
അതിന്റെ 24% വേണ്ട പിന്നെ ഇനി അതിന്റെ 24% അത് വേണം. 50,000 ആയിരിക്കും. 50,000ന്റെ 24% എത്ര വരുന്നത്? 12,000 അല്ലേ? 12,000. ഓർ ഇനി ഒരു കാര്യം കൂടി ഇല്ല അവിടെ കമ്പയർ ചെയ്യാൻ, വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താ? ഹോട്ടലത്തെ ബില്ല്. ഹോട്ടലത്തെ ബില്ല് എത്രയാ വരുന്നത്? റെന്റ് 2,000 പെർ ഡേ അല്ലേ? 2,000 പെർ ഡേ വരുമ്പോ അയാൾ 25 ദിവസമാണ് അവിടെ താമസിച്ചത്. അപ്പൊ എത്ര വരും? അപ്പോൾ 50,000. 50,000. എന്നിട്ട് ഈ 12,000 50,000 കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? വിച്ച് എവർ ഈസ് ലെസ് ഏതാ? ചെറിയ എമൗണ്ട് സാലറി. സാലറിയാണ്. 24% ഓഫ് സാലറിയാണ്. ദാറ്റ് മീൻസ് 12,000 റുപ്പീസ് അല്ലെ? 12,000 രൂപയാണ് അവിടുത്തെ ചെറിയ എമൗണ്ട്. ഇനി അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടാക്സബിൾ പെർക്വിസിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ കരുൺ എന്ന് പറഞ്ഞിട്ട് 24% ഓഫ് 7,30,000. ദെൻ ഓർ ഹോട്ടൽ റൂം റെന്റ് 50,000. വിച്ച് എവർ ഈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക എത്രയാണ്? ഇവിടെ 12,000 ആണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. ഓക്കെ, 12,000 ആണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. ദെൻ അതിൽ നിന്നും ഈ പറഞ്ഞ കരുണന്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ എംപ്ലോയർ വാങ്ങിയ 200 റുപ്പീസ്, ഇയാളുടെ എംപ്ലോയർ 200 ഇയാളെ കയ്യിൽ നിന്ന് ഓരോ ദിവസത്തിന് വാങ്ങിയിട്ടില്ലേ? അങ്ങനെ ആ എമൗണ്ട് 200 × 25 5,000 മൈനസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് ആയിരിക്കും 7,000 ആണ് അവിടുത്തെ എന്തായിട്ട് വരിക? ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരിക. മനസ്സിലായോ? 7,000 ആണ് അവിടുത്തെ ടാക്സബിൾ പെർക്വിസിറ്റ്. അതായത് നമ്മൾ ആദ്യം ഈ പറയുന്ന രണ്ട് കമ്പാരിസൺ ചെയ്തു. 24% ഓഫ് അയാളുടെ ആ ദിവസത്തെ അയാൾ സ്റ്റേ ചെയ്ത സാലറിയുടെ ആ ദിവസത്തെ സാലറിയുടെ 24% കണ്ടു. അപ്പൊ നമുക്ക് അവിടെ കിട്ടി 12,000 രൂപയാണ്. 12,000. ദെൻ 12,000 അല്ലെങ്കിൽ 5,000 ഇയാൾ കൊടുത്ത റൂം റെന്റ് അല്ലെങ്കിൽ അയാൾ അവിടെ താമസിച്ച ആ റൂമിന്റെ 25 ദിവസത്തെ റെന്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. 12,000 ഓർ 50,000 വിച്ച് കമ്പയർ ചെയ്യുക വിച്ച് എവർ ഈസ് ലീസ്. ഏറ്റവും ചെറുത് ഏതാ? 12,000 ആണ്. ആ 12,000 എടുത്തു. എന്നിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ എംപ്ലോയർ വാങ്ങിയ എമൗണ്ട് എന്ത് ചെയ്യുക? അത് ലെസ് ചെയ്യുക. 5,000 അതെങ്ങനെ കിട്ടുക? 200 × 25 അയാൾ താമസിച്ച ദിവസവുമായിട്ട് ആ 200 അയാളെ കയ്യിൽ നിന്ന് ഈടാക്കിയ എമൗണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 5,000 കിട്ടും. 5,000 ഈ പറഞ്ഞ ഈ ഒരു വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റി മൈനസ് ചെയ്യുക. ദെൻ ബാലൻസ് എമൗണ്ട് 7,000 ആണ് അവിടുത്തെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരിക. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്ന് നിർത്താം. ഇനി അടുത്ത ദിവസം നോക്കാം. അതിൽ നമുക്ക് ഇനി എടുക്കാനുള്ളത് പെർക്വിസിറ്റ് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഉണ്ട്. അതിലെന്താണ് സ്പെസിഫൈഡ് എംപ്ലോയി, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനും ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ട്.